3A അറ്റ്ലസിനെ കുറിച്ച് ഇപ്പോൾ സയൻസ് വേൾഡിലുള്ള 2 ഹോട്ട് ഡിസ്കഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് 3A അറ്റ്ലസിന് നമ്മുടെ തന്നെ ഗാലക്സിയിലുള്ള ഒരു കോമറ്റുമായിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് കണക്ഷനാണ്. V1 ബോറിസോവ് എന്ന് പറയുന്ന ഒരു കോമറ്റിനെ നവംബർ 2-ാം തീയതി ഗെന്നഡി ബോറിസോവ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിരുന്നു. ഇത് കണ്ടെത്തുന്ന സമയത്ത് ഇത് പൊസിഷൻ ചെയ്തിരുന്നത് ഭൂമിക്കും 3A അറ്റ്ലസിനും ഇടയ്ക്കായിട്ടാണ്. ആ സമയത്ത് അതിൻ്റെ ബ്രൈറ്റനിങ് മാഗ്നിറ്റ്യൂഡ് 12 ആയിരുന്നു. അതിനുശേഷം അതിൻ്റെ ബ്രൈറ്റനിങ് മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ് 10.9 എത്തുന്നു. നവംബർ 8-ാം തീയതിയോടെ ഇത് ടോട്ടലി വാനിഷ്ഡ് ആവുന്നു. വെറും 6 ദിവസത്തേക്ക് മാത്രം നമ്മുടെ ഒബ്സർവേറ്ററികൾക്കൊക്കെ വിസിബിളായ V1 ബോറിസോവ് എന്ന് പറയുന്ന ഒരു കോമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സി ഒറിജിൻ തന്നെയാണ്, ക്ലൗഡ് ബേസ്ഡ് ആണ്. ഈ ഒരു സാധനം ആക്റ്റീവ് ആയിരുന്ന സമയത്ത് അത്രയും ദിവസങ്ങൾ 3A അറ്റ്ലസ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിരുന്നു. നവംബർ 8-ാം തീയതി വീണ്ടും 3A അറ്റ്ലസ് ആക്റ്റീവ് ആകുന്ന സമയത്ത് അതിൻ്റെ കോമാട്ടയിൽ ഡിസപ്പിയർ ആയിട്ടുണ്ടായിരുന്നു. കോമാട്ടയിൽ ഇപ്പോൾ അതിനില്ല. പകരമുള്ളത് ഒരു ജെറ്റ് ഓഫ് പ്ലാസ്മയാണ്. 7 ജെറ്റ്സ് ഓഫ് പ്ലാസ്മ എന്നാണ് ജാപ്പനീസ് ഏജൻസിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫോട്ടോസിൽ വ്യക്തമാകുന്നത്. അപ്പോൾ 7 ജെറ്റ്സ് ഓഫ് പ്ലാസ്മ എന്ന് പറയുമ്പോൾ അത് മേ ബി അതിൻ്റെ സ്പീഡി റൊട്ടേഷൻ ആൻഡ് ഔട്ട് ഗ്യാസിങ് കൊണ്ട് വന്നതായിരിക്കാമെന്നാണ് അതിൻ്റെ ലോജിക് എക്സ്പ്ലനേഷൻ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നവംബർ 11-നാണ് V1 ബോറിസോവ് എന്ന് പറയുന്നത് ഭൂമിക്ക് എത്തുക എന്നുള്ളത് ജിയോഫിസിസ്റ്റ് ആയിട്ടുള്ള സ്റ്റീഫൻ ബേർൺസ് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നവംബർ 11-ന് എക്സാക്ട്ലി ഈ 3A അറ്റ്ലസും ഈ ബോറിസോവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ വ്യക്തമാകുമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ റിസീവ് ചെയ്ത ഒരു സിഗ്നലാണ്. ഹൈഡ്രോക്സിലിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു സിഗ്നൽ നമ്മൾ 1.6 GHz മീർക്യാറ്റ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ റേഡിയോ ടെലസ്കോപ്പ് വഴി ഒരു സിഗ്നൽ നമ്മൾ റിസീവ് ചെയ്തിരുന്നു. ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, പണ്ട് നമുക്ക് റിസീവായ വൗ സിഗ്നൽ വന്ന അതേ ഡയറക്ഷനിൽ നിന്ന് വെറും 9 ഡിഗ്രി മാത്രം മാറിയിട്ടാണ് ഈ സിഗ്നൽ നമുക്ക് റിസീവ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ വൗ സിഗ്നൽ കണക്ഷൻ നേരത്തെ അവീലോവ് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അവീലോവിൻ്റെ സിദ്ധാന്ത പ്രകാരം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്ലാസ്മ ജെറ്റ് എന്ന് പറയുന്നത് മേ ബി ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്സിനെ നമ്മുടെ പ്ലാനറ്റ്സിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഒരു മെത്തഡോളജി ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആയിരിക്കാം, ഒരു സാധ്യത മാത്രമാണ്, പക്ഷെ ആയിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അതിൽ നിന്ന് വിസിബിൾ ആയിട്ടുള്ള വേറെ ഒരു തരത്തിലുള്ള ഫ്രാഗ്മെന്റ്സ്, ഡീബ്രിസ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു പ്ലാസ്മ മാത്രമാണ് വരുന്നത്. മാസ് കുറഞ്ഞാൽ ആക്സലറേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആക്സലറേഷനും ഡയറക്ഷനും ഇപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാളും വേഗത്തിൽ മാറുന്നു, രീതിയിൽ മാറുന്നു, ട്രജക്ടറി മാറുന്നു. ഇതിനെ ടെയിലില്ലാത്ത ഒരു കോമറ്റായി മാറിയപ്പോൾ തന്നെ ശാസ്ത്രലോകത്തിന് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട് ഇറ്റ് ഈസ് അൺയൂഷ്വൽ എന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്ലാസ്മ റിലീസ് ആയപ്പോഴും അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ വിചാരിച്ച ട്രജക്ടറിക്ക് അപ്പുറത്തേക്ക് ചേഞ്ച് ചെയ്തപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. സയൻസ് വേൾഡിൽ ഇതൊരു ഹോട്ട് ഡിസ്കഷനാണ്.